ഇനി നിനക്കെന്തിര്? സാറേ ഇത് കേസാകരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തിയാണല്ലേ ചെയ്തത്. നിനക്ക് താലപ്പൊലി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തിരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ ഇവര് കാമുകന്മാരാ സാർ. ഇവര് കാമുകന്മാര്? ഇവർക്ക് എന്തിനാ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവരെന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ച്. വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവൻ ഒളിച്ചോടി വന്നാ. താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ. അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ പ്ലീസ് സാറേ സഹായിക്കണം. എന്നിട്ട് മാറില്ല. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. നീ എന്തിനാ ചൂച്ചണത്? സാറേ പേടിച്ചിട്ടാ സാറേ, ഗ്യാസിന്റെ. നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്. പറയടാ. ശരി സാർ. ആണോടി? അതെ സാറേ. പക്ഷെ നിന്റെയൊക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കായിരുന്നു കളിക്കുന്നുണ്ടല്ലോ. അത് സാറ് പോലീസ് ആയിട്ട് തോന്നണേ സാറേ. കള്ളല്ല സാറേ, സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ എന്തിനാ സാറേ? നിന്റെ തന്തയുടെ നമ്പർ പറയടാ. 9349146314. ഇനി നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളതൊരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കിൽ കോമളൻ. നമ്പർ പറയും. 9344684361. ഇതിനകത്ത് കയറി കയറാ നീ. ഇനി എന്തിനു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ടെന്തായി? എന്നിട്ടെന്താവൻ നടക്കേണ്ടതൊക്കെ മുറ പോലെ നടന്നു. നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യയുടെ വക്കീലെത്തിക്കണത്. സാറേ എല്ലാത്തിനും കാരണക്കാരതാ ഇവനാ. ഞാനോ? ആദ്യം ഇവൻ എന്റെ മോളുടെ പുറകെ നടന്നു. ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു. ഇപ്പതാ എന്റെ മോന്റെ പുറകെ നടക്കുകയാണ് അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കുകയാണല്ലോടാ. സാറേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പറ. എല്ലാത്തിനും കാരണക്കാരൻ ഇവനാണ്. ആദ്യം മോളുടെ പുറകെ നടന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോന്റെ പുറകെ നടക്കുക അവനെ നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലേടാ? അല്ല പിന്നെ. സാറിന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് തന്നെ അല്ലേടോ? അതിനെന്നാ? അതെ, പകയൊക്കെ പിന്നെ വിട്ട. ആദ്യം സാറ് ചോദിച്ചതിന് ഉത്തരം പറ. അക്കാര്യൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. എല്ലാം ഇവന്റെ പ്ലാനിങ്ങാ. അങ്ങനങ്ങ് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ മനിമൂഞ്ചിന്റെ അച്ഛ? ശരിയാണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ. നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്ത? അത് പേടിച്ചിട്ടാ സാറേ. ആര്? വീട്ടുകാരെ. നീ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? പറയടാ. അത് പിന്നെ അമ്മ നിങ്ങളിവിടെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ആര് പറഞ്ഞടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന്? വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. തങ്കക്കുളം പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയും? അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ? നീലേ പറമ്പിന്റെ ആൽമീടടാ. സാറേ ഞങ്ങളിപ്പോ ഇനി എന്ത് ചെയ്യണോന്നാ സാറ് പറയുന്നത്? കല്യാണം അല്ലേ? ആരുടെ? ആരുടെ? ദേ നിന്റെ ഇവളുടെ. ഇവിടെ വെച്ച് എന്റെ മുന്നിൽ വെച്ച്. അതൊന്നും നടക്കൊന്നുമില്ല. അതെന്തിനു നടക്കാത്തത്? അത് പിന്നെ സാറേ ഇപ്പൊ രാഹുകാലത്ത് ശുഭാരം ചെയ്യാൻ ഉള്ള. ശരിയാ. നീ മിണ്ടരുത്. എന്റെ മകന്റെ ഏറ്റവും വലിയ രാഹു നീയാ. രാഹുകാലല്ല, ഷിബുകാലം. ഗംഗാധരണ്ണ നിങ്ങളൊന്ന് അടങ്ങി. നമുക്ക് ഈ രാഹുകാലം കേട്ട് നടത്തിയാൽ മതിയില്ലേ? അയ്യോ അപ്പൊ പിന്നെ ഞാൻ എന്നാ ചെയ്യും? തനിക്കെന്തിന്? അല്ലെ കാശ് വാങ്ങിച്ചവരോടൊക്കെ. കാശ? അല്ല ഈ പന്തലിനും മുളയ്ക്കും ഒക്കെ ഉള്ള കാശേ. പന്തല് മുളൊക്കെ അവിടെ നിൽക്കട്ട്. ഇവളെ ഇവൻ തന്നെ കെട്ടും. സാറ് പറ്റില്ല സാർ. അതെനിക്ക് കാര്യം പറ സാറ്. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ തല്ലിയിട്ടുള്ളൂ. സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു കാരണവരുടെ സാധനമുണ്ട്. അതാണ് സാറേ. നല്ല പരിചയം. ഒന്നും പേടിക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എക്സ്ക്യൂസ് മീ സാർ. അത് പിന്നെ സാറേ, സാർ വിചാരിക്കണ പോലെ ഇവരൊന്നും ഈ ദൈവങ്ങളെ മുന്നിൽ വെച്ചൊന്നും കല്യാണം കഴിക്കൂല സാറേ.
ആരുടെ മുന്നിൽ വെച്ച്? ഈ ദൈവത്തിന് മുന്നിൽ വെച്ച്. പക്ഷെ ഏത് ദൈവം എന്നാണ് പിടുത്തം കിട്ടാത്ത. നടക്കും. ഫാദർ ഓഫ് നാഷൻ നിനക്ക് അറിയില്ലല്ലേ? സോറി സാർ, ഫാദറിന്റെ അറിഞ്ഞില്ല സാർ. അങ്ങോട്ട് പറയണ്ട ജോർജ്. സാർ. ആരെ വിട്ടാലും ഈ കാട്ടുമാക്കാനെ മാത്രം വിടരുത് കേട്ടോ. രണ്ടുപേരും ചരിത്രം ശരിക്കും പഠിപ്പിച്ചു വിടാൻ. റൂം അറിയാലോ? ഓ ഡേ അങ്ങോട്ട് മാറിക്ക്. മാറിക്കട അങ്ങോട്ട്. ആ അപ്പൊ പറയും എന്തിനു തീരുമാനം? കല്യാണം നടത്തണം തന്നെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട സാറേ. അതെന്തിരി? നിനക്ക് ആ ഫോട്ടോയിൽ കണ്ട മഹാനം മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമോ? പിന്നെ ആരാ പറഞ്ഞൊരു പൈൻ്റ് ചോദിച്ചാൽ പറ്റും. എന്താണെന്ന് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ എവിടെ വാങ്ങിച്ചു? നാട്ടിൽ പേര് കേട്ട കുടുംബം ഞങ്ങളുടേത്. അതിലും പേര് കേട്ട കുടുംബ ഞങ്ങളുടെ. മാത്രല്ല ഒരുപാട് ബന്ധുക്കളുണ്ട്. ബന്ധുക്കൾ ഞങ്ങൾക്ക് ഈ കുറവാ. ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം ഇവന്റെ കല്യാണം നടത്തണമെന്നാ എൻ്റെ ഇവളുടെ ആഗ്രഹം. ദയവ് ചെയ്ത് സാറ് എതിരൊന്നും പറയരുത്. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ. പിന്നീട് ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്തൊരുറപ്പ്? ആദ്യ സത്യം. ആ ഉറപ്പ് ഞാനാണ് സാർ. സാറിന് എന്നെ വിശ്വസിക്കാം. മാമൻ എന്തിനു പറയണത്? ഡേ എന്നാ പോനെ? നിങ്ങൾ മാമന്റെ അഭിപ്രായം പറയും. ഇനി എന്നാ മാമൻ? എന്റെ പൊന്നു സാറേ, ഞാൻ എന്നാ പറയാനായിട്ടാ? കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്റെ കൊച്ചി രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആ കഷ്ടപ്പാടിന് ഒരു അറുതി വന്നെങ്കിലും അവൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ വലിയ പുണ്യം. പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യന്റെ അഭിപ്രായം അതും ശരിയായിരിക്കും. ഞങ്ങൾക്ക് സമ്മാണ് സാറേ, അതും 100 വട്ടം. അല്ലേ മോളെ? അതെന്താ മാമ അങ്ങനെ? മാമന്റെ വാക്ക് ഞാൻ എന്തെങ്കിലും ധിക്കരിച്ചിട്ട് കേട്ടല്ലോ. ഞങ്ങൾക്ക് സമ്മാണ് സാറേ. ഇനിയിപ്പോ ഞാൻ എന്തിനു പറയാൻ? ഇരു കൂട്ടരും സമുദായ സ്ഥിതിക്ക് അങ്ങനെ തന്നെ നടക്കട്ടെ. അതെ അതെ. പിന്നെ ആ ഇതിനകത്തൊരു പ്രശ്നം വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അത് എന്റെ വാക്കാ സാറേ. ഇപ്പൊ ഇത്ര കേസ് സ്ഥിതിക്ക് ഞാൻ എന്തിനു പറയാം? നിങ്ങൾ ചെല്ലി. ഓ ഹാപ്പി മാരീഡ് ലൈഫ്. സാർ ആളെ പിടുത്തം കിട്ടി. ആര്? ചട്ടമ്പി സ്വാമികൾ. ആണോ? ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ അല്ലേ? ജോർജ്. സാർ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. ഇത്ര കാലം ഈ ലോകത്തിന് ഒരു പെണ്ണ് കയറിയിട്ടില്ല. എന്നെ ഇറക്കി വിടാനുള്ള പറ്റി. എന്നിട്ട് 3 ദിവസം നീട്ടി വിട്ടോണ്ട് ചവട പറ്റി പാമ്പ് കുത്തുന്നതിന്. എന്റെ മുമ്പിൽ കണ്ടുപോകുന്നു. ഷിബു അണ്ണ, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടണേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും. നോയിക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞിലേ കാണായിരുന്നു. ഒന്നെങ്കിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണ ഷിബു അണ്ണ? അവിടെ അച്ഛൻ SIക്ക് വാക്ക് കൊടുക്കണ കേട്ടല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാന്ന്. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിരുന്നു നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് SIയോട് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കും. ബ്രഹ്മാവനാണോടാ ആയുസിന് പഞ്ഞം. അപ്പോ പ്രശ്നമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കടാ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയിന്ന് കാണണം. സെറ്റപ്പാണ്. ശിവണ്ണ, നമ്മൾ കാശൊക്കെ നന്നായിട്ട് കൂടുതൽ കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കണം. 5 മിനിറ്റ്, ഒരു 3 നീ ഒരു ചിരിപ്പിക്കാണ്ട് വന്നു. മിനിറ്റ് നിന്നിട്ട് ചോദിക്കണം പ്ലീസ്. ആ ശരി, ഞാൻ വിളിക്കാം. വന്ന് കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ അങ്ങനെയൊന്നുമില്ല. അല്ല, കുടിക്കാൻ വല്ലതും പറയട്ടെ? ഒന്നും വേണ്ട. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നത് ഇതാ ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ, പറഞ്ഞതിലും കൂടുതലുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേ
ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തി. നിർത്തിയോ? ഇങ്ങനെ ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമം ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ. സന്തോഷമുണ്ട് കുട്ടി. എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ, ഞങ്ങളെ അന്യരായിട്ട് കാണല്ലേ. കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് ആ അത് പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ആര് ആരെ കല്യാണം കഴിക്കണ ആരും? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താടി? കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില. അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ലാന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാ അത്? പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി SI പറഞ്ഞോളാം. പോരെ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ അടങ്ങൂ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ടോ? ചെറുപ്പനാണ് മോളെ. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവൻ തരും. ശിവു എന്നായി പറയുന്നേ? എവനെങ്കിലുമൊക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാണെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ. വേറെ എവിടെ കിട്ടും എനിക്കിതുപോലത്തെ ഒരു ഭാഗ്യം? അവളുടെ ഒരു ഭാഗ്യം. എടിപുല്ലേ, നിനക്ക് അറിയില്ലേ മനുവിനെ? എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കിക്കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. എടാ, നീ അതിനിടയ്ക്ക് അതുപോലെ കാണിച്ച പിന്നെ അവള് പറഞ്ഞോ? അവള് ചുമ്മാ കള്ളം പറഞ്ഞടാ. എന്താ തന്ത്രം മെനയാണോ? അല്ല, ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്തതാ. എന്ത് ചർച്ച? അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആയിരിക്കുന്ന ഒരു ജീവിത സുഖം എന്തായാലും കൊണ്ട് തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണല്ലേ? ഓ, അത് കുഴപ്പമില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. അല്ല, എന്ത് പറയാമോ? ഇയാള് ഉരുട്ടി തിന്നോ? എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂവും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ അങ്ങനെയുള്ള മാമാർക്ക് കാണാൻ പറ്റും. കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തുണ്ടോ നോക്കി. പൊരുത്തം ഉണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കയറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ. നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അത് ശരിയാ, കറക്റ്റാ, ദിവ്യന. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ, ഒരു മേശം കസരെടുത്ത് പുറത്തിട്ട് വരും. ഫോണൊരിക്കൽ കട്ടിലൂടെ വാങ്ങിച്ചെന്നാ. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, റിസർവ് ബാങ്ക് തുറക്കേണ്ട വരും. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ടാ. എന്താണ്? ആ മെഷീന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളമൊന്നും വേണ്ട, തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാ മതി. മെഷീനാണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ്? അച്ഛാന്ന്. അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം ഇപ്പൊ നടത്താം. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇത് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. കണക്ക് തെറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ് ചേട്ടാ. ഇവിടെ കാർഡ് എടുക്കോ? ആ പണ്ടാറൊന്നും ഇവിടെ എടുക്കൂല. കടം പറയുന്നത് കാർഡൊക്കെ എടുക്കും. എടുക്കോ? ആരാ പറഞ്ഞു കാർഡ് എടുക്കൂലെന്ന്? നീ വിഷമിക്കൊന്നും വേണ്ട.
ശ്ശോ.